അനിയ, നമ്മുടെ കഴിവുകൾ നല്ലതിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അള്ളാഹു തന്ന അറിവ് അവൻ ഇഷ്ടമില്ലാത്ത വഴികളിൽ ചെലവഴിച്ചാൽ നമ്മൾ പോയാലും ആ തിന്മ ഇവിടെ ബാക്കിയാകും. ഓ, വലിയൊരു ഉപദേശം വന്നിരിക്കുന്നു. എടാ മിർസേ, നീ ഇന്നലെ അയച്ച ആ ക്ലിപ്പ് പൊളിയായിരുന്നു കേട്ടാ. നിനക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? വല്ല പെയ്ഡ് സൈറ്റും ആണോ? ടെക്നോളജി അറിയില്ല, പിന്നെന്തിനാണ് ഞാൻ IT പ്രൊഫഷണൽ എന്നും പറഞ്ഞ് നടക്കുന്നത്? ഞാനൊരു പുതിയ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന വീഡിയോ ഓട്ടോമാറ്റിക്കായി എന്റെ സെർവറിലേക്ക് സേവ് ആകും. ഡെയിലി കിട്ടുമോ? പിന്നെ ഇല്ലാതെ. ഇനി ഈ സ്ക്രിപ്റ്റിൽ ആഡ് ആവുന്ന ഓരോരുത്തർക്കും വീഡിയോസ് ഓട്ടോമാറ്റിക്കായി കിട്ടും. ആർക്കെങ്കിലും വേണമെങ്കിൽ SAB എന്ന സബ്ജക്ട് വെച്ച് മെയിൽ അയക്കാൻ പറ. സിസ്റ്റം തനിയെ അവരെയും ആഡ് ചെയ്തോളൂ. അളിയാ, നീ വേറെ ലെവലാണ്. ഇതാണടാ വൈറൽ കമ്മ്യൂണിറ്റി. എല്ലാവരും എന്നെ ഫോളോ ചെയ്യട്ടെ. ഞാൻ വേറെ ലെവലാണ്. ജീവിതം ഒരു നീർപ്പോള പോലെയാണ്. 23 വയസ്സേ ഉള്ളൂ ഈ മോന്. മരണം എപ്പോ വരുമെന്ന് ആർക്കും അറിയില്ല. നമ്മൾ ചെയ്യുന്ന നന്മകൾ, അതാണ് നമുക്ക് ഖബറിലേക്ക് കൂട്ട്. നമ്മൾ പഠിപ്പിച്ച ഒരു നല്ല അറിവ് പോലും നമ്മൾ മരിച്ചാലും അതിന്റെ പുണ്യം നേടിത്തരും. അതാണ് സദഖത്തുൽ ജാരിയ. പക്ഷെ തിന്മയുടെ കാര്യം അതേപോലെയാണ്. നമ്മളാൽ ഒരുത്തൻ തെറ്റുകാരനായി പോയാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രചരിപ്പിച്ചൊരു തിന്മ നമ്മൾ മരിച്ചാലും അത് ഭൂമിയിൽ അവശേഷിച്ചാലാ അതിന്റെ പാപം ഖബറിലും നമ്മളെ തേടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കുക. നമുക്ക് നിസ്കാരത്തിലേക്ക് കടക്കാം. അല്ലാഹു അക്ബർ. ഇത് മിർസയുടെ മെയിലാണ്. പടച്ചോനെ, സെർവറിന് അവൻ മരിച്ച കാര്യം അറിയില്ലല്ലോ. ഇടാ, ഇതെല്ലാവർക്കും പോകുന്നു. നിർത്താൻ പറ്റുന്നില്ല. നമ്മൾ പ്രചരിപ്പിച്ച ഒരു തിന്മ നമ്മൾ മരിച്ചാലും അത് ഭൂമിയിൽ ബാക്കി നിൽക്കുകയാണെങ്കിൽ അതിന്റെ പാപം ഖബറിലേക്കും നമ്മെ പിന്തുടരും.